ബെഡ്റൂം മനസ്സിലായോ? നോക്ക്, എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന് കേട്ടോ. സോറി കഞ്ഞിക്ക, അല്ല കുഞ്ഞിക്ക, നമ്മുടെ ഈ ബാത്റൂമിൽ കിടന്നു കുളിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാ? ഓ, കിടന്നു നടന്നൊക്കെ കുളിക്കാം. ഇനി കുളിച്ചോണ്ടിരിക്കുമ്പോ ഇറങ്ങി ഉടനെ വന്നെങ്കിൽ അതും ചെയ്യാം. ഒരു മുണ്ട് കൊടുക്കാന്ന് മാത്രം. അത് ഞമ്മക്ക് വേണ്ടിട്ടല്ല, നാട്ടുകാരെ പോലെ. അവര് പിന്നെ വരുന്ന ആള് പാട്ടില് കമ്പക്കാരനാണെങ്കിൽ ഇവിടെ വീണ റെഡി. എവിടെ വീണാൽ? വീണാലല്ല, വീണ റെഡി. മിസ്റ്റർ, ഇത് വീണയല്ല, ഇതിന്റെ പേരാണ് ഓർഫൻ. ഓർഫൻ അല്ല, ഓർഗൻ, മനസ്സിലായോ? അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്. അവിടെ ഓർഗനായാലും വീണായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ? എന്ന എല്ലാത്തിനും ഒരു പേരിട്ട പോരെ. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മന്റെ പേര് ഒന്നാ? അതെ, എന്റെ അച്ഛന്റെ അമ്മയുടെ പേര് ഒന്ന് തന്നെയാ. എന്റെ അച്ഛന്റെ പേര് ബേബി, അമ്മയുടെ പേര് ബേബി. കിട്ടിയാ ഇത് നമ്മുടെ കോഴ്സ് മേലാതെ കീഴിലേറ്റായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റാ. ഇത് നാളെ വൈകിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കോട്ടാ. നാളെ രാത്രി സീനിലെ വില്ലന്മാർക്ക് കണ്ടിന്യൂറ്റി കോട്ടാണ്. കോട്ട് ഇട്ടാലും ശരി ഇല്ലെങ്കിലും ശരി ഇവിടെ റീച്ച വരെ ഞാൻ അറിയും. അപ്പൊ പറഞ്ഞതുപോലെ ഈ എനിക്ക് തന്ന 25,000 രൂപ എന്റെ കയ്യിലും താക്കോല എന്റെ കയ്യിലും കൂടി. അമ്മേ, ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ വെച്ചാകാൻ പോകണെന്ന്. പിന്നെ മാസം 5,000 രൂപ വെച്ച് 5 മാസം വാടക ഇൻക്രിമെന്റ്. പിന്നെ ഒരു കാര്യം, നമ്മളെ മുതലാളിക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ടൊന്നും വേണ്ട. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ്. എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് എന്നെ തിരുത്താൻ വരരുതെന്ന്, മനസ്സിലായോ? പിന്നെ ഇവിടെ ഒരു ഈച്ച പറയാൻ ഞാൻ അറിയും ചെയ്യും. ഈച്ചപാറി ഇനി ഇവിടെ നിന്ന് പറഞ്ഞ തന്റെ കണ്ണിന്ന് പൊന്നിച്ച് മാറും, മനസ്സിലായോ? മനസ്സിലായി. താക്കോല് കിട്ടിയപ്പോ എന്റെ സ്വഭാവം സമയം കളയണ്ട, ഈ ഡ്രസ് ഇട്ടൊരു റിഹേഴ്സലേ